ഹലോ, അപ്പോൾ ഇന്ന് നമ്മൾ ഉച്ചയ്ക്കത്തേക്കുള്ള പരിപാടിയാണ് കേട്ടോ. ഉച്ചയ്ക്കത്തെ ലഞ്ച് പ്രിപ്പറേഷനാണ് ഇന്നത്തെ ഈ കുട്ടി വീഡിയോ. അപ്പം ഈ വീഡിയോ കണ്ടപ്പോഴാണ് കേട്ടോ എനിക്ക് തോന്നിയത്, ഞാൻ ഇട്ടിരിക്കുന്ന ടീഷർട്ട് കുറച്ച് ബോറായി പോയോ എന്നൊരു സംശയം. ട്രസ്റ്റ് യുവർ സെൽഫ്, ലവ് യുവർ സെൽഫ്. ഇത് നമ്മൾ 10,000 എബോ ഷോപ്പ് ചെയ്തപ്പം അവർ നമ്മൾക്ക് ഗിഫ്റ്റായിട്ട് തന്നൊരു ടീഷർട്ടാണ് കേട്ടോ. ഇത് ഇട്ടിരുന്നപ്പം എനിക്ക് അത്ര ബോറായിട്ട് തോന്നിയില്ല. പക്ഷേ ഈ വീഡിയോയിൽ കണ്ടപ്പം എന്തോ ഒരു രസക്കുറവ് തോന്നുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയോ എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പക്ഷേ ഇതിടാനൊക്കെ നല്ല സുഖമാണ് കേട്ടോ, ഒട്ടും ചൂടൊന്നുമില്ല. അപ്പം നമ്മൾ ഉച്ചയ്ക്കത്തെ ലഞ്ച് പ്രിപ്പറേഷനാണ്. പയർ മെഴുക്കുവരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇത് നമ്മൾ രാവിലെ പറിച്ചുകൊണ്ട് വെച്ച കോവയ്ക്കയും പാവയ്ക്കാണ് കേട്ടോ. ഇത് രണ്ടും നമ്മളിന്ന് എടുക്കുന്നില്ല, പകരം നമ്മൾ പയറെടുത്തു കേട്ടോ. പയർ ഇച്ചിരി മുറ്റാൻ പാകമായതൊക്കെ ഞാൻ പൊളിച്ചെടുക്കുന്നുണ്ട്. ആ അരിമണികളൊക്കെ ഇട്ടിട്ടുള്ള മെഴുക്കുവരട്ടി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇളത്ത പരുവത്തിൽ പച്ചക്കറികൾ കിട്ടുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോഴായിരിക്കും നമ്മളുടെ കറികൾക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ പിന്നെ നമ്മൾ മുളക് ചുട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. ചുട്ടെടുത്തതല്ല, നമ്മൾ തവയിലിട്ട് അതൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ട് തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കാനാണ് കേട്ടോ. നല്ല തേങ്ങാ ചമ്മന്തിയൊക്കെ കൂട്ടി ഈ ചൂട് കാലത്തൊരു ചോറൂണ് അടിപൊളിയല്ലേ. അപ്പോൾ പിന്നെ നമ്മളുടെ സ്ഥിരം ഉണ്ടാകാറുള്ള പൊട്ടറ്റോ ഫ്രൈയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫിഷ് ഫ്രൈയും പിന്നെ ദാ മാങ്ങാക്കറിയാണ് കേട്ടോ. തേങ്ങ അരച്ച മാങ്ങാക്കറിയാണ്. ഈ തേങ്ങ അരച്ച മാങ്ങാക്കറി കൂടുതലും ഉണ്ടാക്കുന്നത് ആലപ്പുഴ ജില്ലക്കാരാണെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിന് കടുക് വറുത്തിട്ടിരിക്കുകയാണ്. ഇനി അതൊന്ന് ഇളക്കിയെടുത്താൽ അതും റെഡി. അപ്പോൾ ഫിഷ് ഫ്രൈയും വറുത്ത് തീരാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാത്ത നമ്മളുടെ സിമ്പിൾ ലഞ്ച് ഇന്നിങ്ങനെയൊക്കെയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ചോറ് വിളമ്പൽ ടൈമായി. വളരെ നേരത്തെ ഭക്ഷണം കഴിക്കാൻ എല്ലാ ദിവസവും ശ്രദ്ധിക്കാറുണ്ട്. അതായത് 12-12:30 ഇടയ്ക്ക് എപ്പോഴും ഭക്ഷണം കഴിക്കും കേട്ടോ. നമ്മളെപ്പോഴും കറക്റ്റ് ടൈമിന് ഭക്ഷണം കഴിക്കാൻ എല്ലാവരും ശ്രമിക്കണം കേട്ടോ.